തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ ചൂട് ഇങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ നിള 24 ലൈവ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എടയൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലേക്കാണ്. ഇവിടെ 10ാം വാർഡിൽ വനിതാ സംവരണമാണ്. 3 യങ് ലേഡീസാണ് ഇവിടെ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് എടയൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ മത്സരിക്കുന്ന UDF പിന്തുണക്കുന്ന വെൽഫെയർ സ്ഥാനാർത്ഥിയാണ് ആയിഷ ദിൽഷാന. അപ്പോൾ ഈ ഒരു വർഷം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10ാം വാർഡ് എടയൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് സ്ത്രീ സംവരണമാണ്. അപ്പോൾ 3 പേരും വളരെ യുവത്വത്തിലുള്ള 3 സ്ത്രീകളാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷനെ നോക്കിക്കാണുന്നത്? ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകി എന്നുള്ള ഒരു നിലയിൽ ഞാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊന്നും കൂടി ദൃഢതപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥി വാർഡ് മെമ്പറായിട്ട് നിലകൊണ്ടാൽ നന്നാകുമെന്നുള്ള ഒരു വിശ്വാസം ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഇതിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്നേക്കാൾ ഇതിന് കൂടുതലായിട്ട് നമ്മളെ ഇതാക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്, 10ാം വാർഡിലെ ജനങ്ങൾ തന്നെയാണ്. അവരുടെ ഒരു നിർബന്ധപ്രകാരമാണ് ഞാൻ ഇന്നിവിടെ ഈ ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ ഒരു ഇലക്ഷനിലേക്ക് എത്തിച്ചേർന്നിട്ട്. ഇപ്പോൾ അധികാരത്തിൽ വന്നാൽ വിജയിച്ച് അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യമായിട്ട് എന്ത് പ്രവർത്തനം, അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്ത് വികസനം കൊണ്ടുവരും എന്നുള്ളൊരു എന്തെങ്കിലും ഒരു ഉദ്ദേശം, ഒരു മുന്നോട്ടുള്ളൊരു ലക്ഷ്യം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ മുൻകൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എങ്കിലും കൂടിയിട്ട് ഒരുപാട് ഇപ്പോൾ ഞാൻ ഈ വോട്ട് ചോദിക്കാൻ പോകുന്നിടത്ത് ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മളാൽ കഴിയുന്ന വിധം എങ്ങനെയാണോ അത് പരിഹരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതുപോലെ ഇപ്പോൾ റോഡിൻ്റെ പണിയായിക്കോട്ടെ, വീടില്ലാത്തവർ ഒരുപാട് വീടുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഇപ്പോഴും ചോർച്ചയുള്ള വീടുകളിലൊക്കെ താമസിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വീടായി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ നോക്കുന്നുണ്ട്. റോഡുകളുടെ ആയിക്കോട്ടെ, മറ്റുള്ള ഈ പെൻഷൻ്റെ പൈസയുടെ കാരണം അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളാൽ കഴിയുന്ന വിധം പരിഹരിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്? വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. ഇനി ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. എനിക്കൊരു വിശ്വാസമുണ്ട്. ഇവിടെ ആളുകളെല്ലാവരും എൻ്റെ പൂർണ്ണ സപ്പോർട്ടാണ്, എൻ്റെ കട്ടക്ക് എൻ്റെ കൂടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതിലെനിക്കൊരു അവരുടെ ആ ഒരു സപ്പോർട്ടിങ് ആണ് നമ്മളെ വിജയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പം എൻ്റെ ഒരു പ്രതീക്ഷ. ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? അതെ, വളരെ നല്ല പ്രതികരണമാണ്. എല്ലാവരുടെ അടുത്തും നല്ലൊരു പോസിറ്റീവ് സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് എന്ന് പറയാൻ മാത്രം അങ്ങനെ ഇല്ല. എല്ലാവരും ഭൂരിഭാഗം ആളുകളും ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ വിജയാശംസകളും നേരാണ് നിള 24ൻ്റെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് എടയൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലെ LDF മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കുട ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷഹദിയ ഷർഫുദ്ദീനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷനെ നോക്കിക്കാണുന്നത്? ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കൂടെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ ആണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. വികസനങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൂടെ ഇറങ്ങി അവരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞാനിപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി വിജയിച്ച് മുന്നോട്ട് വന്നാൽ, അല്ലെങ്കിൽ അധികാരത്തിലെത്തിയാൽ എന്തെല്ലാം ഒരു വികസനങ്ങൾ, പ്രവർത്തനങ്ങളാണ് ഈ ഒരു 10ാം വാർഡിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ഒരുപാട് ജനങ്ങൾ വികസനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഗ്രാമീണ റോഡുകൾ പലതും തകർന്നു കിടക്കുകയാണ്. അത് തീർച്ചയായും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഗ്രാമീണ റോഡുകളും 5 വർഷം കൊണ്ട് നവീകരിക്കും.
കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറുകിട സംരംഭങ്ങൾ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരാണ് നിള 24 ലൈവിന്റെ വക. ഓക്കെ. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.